പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബറിൻ്റെ രാത്രികളുടെ പ്രത്യേകത അതാണ്. നമുക്കൊരിക്കലും ഇരുട്ടത്ത് നിൽക്കേണ്ടി വരില്ല. എന്തൊരു വെളിച്ചമാണ് ഡിസംബറിൻ്റെ രാത്രികൾക്ക്. എവിടെ ചെന്ന് നിന്നാലും ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം നമ്മളെ ശരിക്കും പൊതിയുന്നുണ്ട്. തീരാറാകുമ്പോൾ, ഈ മാസം അവസാനിക്കുമ്പോൾ, ഈ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. കുറച്ചു നേരം ആ പ്രകാശത്തിൽ ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ നിങ്ങൾ തയ്യാറുമായിരുന്നു. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയണേ. ഇന്ന് വിശുദ്ധ സിൽവസ്റ്റർ പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആഘോഷങ്ങളുടെ രാവെന്നാണ് സിൽവസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ന് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. സ്വർഗത്തിൻ്റെ വെളിച്ചം പടർത്തുന്ന ആഘോഷങ്ങളുടെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ ഒരു പുതുവത്സരത്തിലേക്കുള്ള പടിവാതിലായി ഈ ഒരു രാത്രി, ഈ ദിവസത്തിൻ്റെ രാത്രി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും ആ ഒരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കുള്ളൊരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിൻ്റെ പ്രകാശം നമ്മളെ പൊതിയട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, ശരിക്കും ഇത് ആഘോഷങ്ങളുടെ രാവാകണമെങ്കിൽ സിൽവസ്റ്റർ പാപ്പയെ കണക്ക് കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ വെളിച്ചവും പ്രത്യാശയും പകർന്ന് അവരെ ഇങ്ങനെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി വെട്ടം ആവശ്യമുണ്ട്. അങ്ങ് സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞതുപോലെ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് കർത്താവെ അങ്ങ് അരുൾ ചെയ്യുന്നുണ്ടല്ലോ. ആ വെളിച്ചമായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വെളിച്ചം കിട്ടിയിട്ടതാരും, ദീപം കൊളുത്തിയതാരും പറയുടെ കീഴിൽ വയ്ക്കാറില്ലല്ലോ എന്ന് കർത്താവെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗത്തിൻ്റെ വെളിച്ചമായി അങ്ങ് പിറന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇനിയും ഇരുണ്ടുപോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ കിട്ടിയ ഈ ജീവിതത്തിൻ്റെ വെളിച്ചം ഞങ്ങളെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും പകരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വെളിച്ചമായി, അങ്ങയിലേക്ക് വഴികാട്ടുന്ന വെളിച്ചങ്ങളായി, പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വർഗത്തിൻ്റെ പ്രകാശം കൊടുക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ വേണ്ട കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ പറയുന്നത് മുഴുവൻ ഇങ്ങനെ ഒരു ചെറിയ വെട്ടമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വചനം നമ്മളെ വ്യക്തമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വെളിച്ചം ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, മനുഷ്യരെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും നേരം ആഗ്രഹം സമർപ്പിച്ചുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ വെട്ടമാകാൻ വേണ്ടിയിട്ട്. അതിനും അപ്പുറത്തേക്ക് കർത്താവെ, ശരിക്കുമുള്ള വെളിച്ചമായ അങ്ങ് എല്ലാവരിലേക്കും പരക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങ് പ്രതീക്ഷയുടെ തിരുനാളമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവാകുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ ബോധ്യങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ഓരോ നിയോഗങ്ങളിലൊക്കെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതില്ലാതെ പോകുന്നതുകൊണ്ടാണ്. വെട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കണേ. നമ്മൾ കർത്താവിൻ്റെ വെളിച്ചമാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം സമർപ്പിക്കുമ്പോൾ അതിനും അപ്പുറത്തായിട്ട് ഈശോയെ, നീ തന്നെ വെളിച്ചമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് പടരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥ വെളിച്ചം, ശരിക്കുമുള്ള വെളിച്ചം എൻ്റെ ഉള്ളിൽ നിറഞ്ഞാലേ എനിക്ക് ആ വെളിച്ചം കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നറിയാം. തമ്പുരാനെ, പ്രകാശമാണ് ഈ ലോകം മുഴുവൻ സ്വർഗത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നീയാകുന്ന വെളിച്ചം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രയാസങ്ങളിലേക്കും നിരാശകളിലേക്കും സങ്കടങ്ങളിലേക്കും നിറയാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ വെളിച്ചത്തിൻ്റെ വഴികളായി മാറാനുള്ള ഞങ്ങളുടെ നിയോഗം മറന്നു പോകാതിരിക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. മിക്കവാറും ഇങ്ങനെ കൂടെ നിൽക്കുന്നവരിലേക്ക് നെഗറ്റിവിറ്റി കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നുണ്ട് നമ്മൾ. ഇത് ഒരു ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ദിവസമാണ്. ഒരു വർഷത്തിൻ്റെ അവസാനമാണ്. നമുക്കിനി ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഞാനിനി സ്വർഗത്തിൻ്റെ പ്രകാശമായി, ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന നക്ഷത്ര വെളിച്ചമായി ജീവിക്കുമെന്നുള്ളത്. നമ്മൾക്കറിയാം, ഒരു നക്ഷത്രം തൂക്കിയാൽ അവിടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് തന്നെ ഈ രാത്രി ആഘോഷങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രിയിൽ എൻ്റെ വെളിച്ചം
കൂടെയുള്ളവർക്ക് ജീവിതത്തെ ആഘോഷിക്കാനായിട്ടുള്ള ഒരു നിയോഗമായി, ഒരു ഉപകരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാനെ, സ്വർഗത്തിൻ്റെ വെളിച്ചമായി മാറാനായിട്ടുള്ള ഞങ്ങളുടെ നിയോഗത്തെ മറന്നു പോകാതെ ഞങ്ങളെ അങ്ങ് തന്നെ വന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് വലിയൊരു പ്രകാശം ഉദിച്ചു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് വേണ്ടി ഒരു വലിയ പ്രകാശം ഉദിച്ചു. കർത്താവ് ജനിക്കുന്നതിനെ കുറിച്ച് പറയാം. ആ സന്തോഷം വരണത് ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മളിന്ന് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ആഘോഷത്തിൻ്റെ രാവായ സിൽവസ്റ്റർ പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ആഘോഷം വരണമെങ്കിൽ ശരിയായ വെട്ടം കിട്ടണമെന്നേ. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് വേണ്ടി വലിയൊരു ദീപ്തി ഉദയം ചെയ്തു. അവിടെയാണ് ആഘോഷങ്ങൾ. കർത്താവെ, അങ്ങ് വെളിച്ചമായി പടരണമേ എന്ന് ഞങ്ങളുടെ ജീവിതം ഇനി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങളെ വെളിച്ചത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അസതോമ സദ്ഗമയ എന്നൊക്കെ പറഞ്ഞിട്ട്, തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പ്രാർത്ഥനയുണ്ടല്ലോ. ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ മനസ്സാകണേ എന്നുള്ളതാണ്. ഇത്രയും കാലം, ഈ ഒരു വർഷക്കാലം മുഴുവൻ ചിലപ്പോൾ നമ്മൾ ഇരുട്ടിലായിരിക്കും നടന്നത്. പക്ഷേ കർത്താവ് കൂടെ വരുന്നതോടുകൂടെ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായിട്ട് മാറുന്നു. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ എനിക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള വട്ടം കിട്ടുമെന്നേ ഉറപ്പാണ്. ഈശോ കരം പിടിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ വെളിച്ചം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കിനി ഇനിയുള്ള ജീവിതത്തെ ആഘോഷിക്കാനായിട്ടുള്ള വെളിച്ചം കിട്ടിയിരിക്കും. തമ്പുരാനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. യഥാർത്ഥ വെളിച്ചം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. കർത്താവെ, ആ ഒരു വെളിച്ചത്തെ സ്വീകരിക്കുന്ന മനുഷ്യരായി, ആ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ചാലകങ്ങളായി ജീവിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി എല്ലായിടത്തും വെട്ടം പരക്കട്ടെ. ക്രിസ്തുമസ് ഈ ഒരു ഡിസംബർ ഈ ഒരു ദിവസത്തോടുകൂടി അവസാനിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലേക്കും ക്രിസ്തുവാകുന്ന യഥാർത്ഥ വെളിച്ചത്തിൽ നിന്ന് കിട്ടിയ വെളിച്ചം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് പരത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞില്ലേ, ഡിസംബർ മാസം നമുക്ക് ഇരുട്ടത്ത് നിൽക്കേണ്ടി വരുന്നില്ല. ഇനി ആ ഡിസംബറിൽ നിന്ന് കിട്ടിയ ക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഇനി അടുത്ത ഡിസംബർ വരെയുള്ള മാസങ്ങളിലൊക്കെ വെട്ടം പരത്താൻ, ഒരു മാസങ്ങളിലും ഒരു ദിവസങ്ങളിലും ഇരുട്ടത്ത് നിൽക്കാത്ത വിധത്തിൽ വെളിച്ചം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ വെളിച്ചമായ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ്സ് വഹിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനത്തിലെ വായനയിൽ എഴുതുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അതിൽ ആ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് കർത്താവെ അങ്ങ് വന്ന് നിറയണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ പ്രകാശമായി മാറട്ടെ എന്ന വലിയ ആഗ്രഹത്തോടെ നമുക്കുറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.